ബന്ധുക്കളെല്ലാം കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയില്ലേ? നമുക്ക് ചടങ്ങ് നടത്തിക്കൂടെ? ഒരു 5 മിനിറ്റും കൂടെ നോക്കാം. ശോഭേ, പാറു എന്തായാലും വരും. ഞാനിപ്പോ കൈലാഷിനെ കണ്ടതേ ഉള്ളൂ. അദ്ദേഹം പാറുവിനെ കയ്യോടെ വിളിച്ചോണ്ട് വരാന്ന് ഇപ്പൊ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. കൈലാസ് സാറിനെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് സമാധാനമായോ? അയാൾ പാറുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എല്ലാം കുളമാവും. അയാൾ ഇതൊക്കെ വേണോന്ന് വെച്ച് ചെയ്യുന്നതാണോന്ന് എനിക്ക് സംശയമുണ്ട്. ഏയ്, കൈലാഷ് സാറിനെ കുറിച്ച് അങ്ങനെയൊന്നും സംസാരിക്കരുത്. പിന്നെ എങ്ങനെ സംസാരിക്കണം? നീ ഇപ്പോൾ അമ്പലത്തിൽ ഈ ചടങ്ങിന് വന്ന് നിൽക്കാൻ കാരണക്കാരൻ അയാളല്ലേ? നിന്റെ അമ്മയുടെ അടുത്ത് തുളസിയുമായിട്ടുള്ള കല്യാണത്തിന് നീ തയ്യാറാണെന്ന് അയാളല്ലേ പറഞ്ഞത്? അതുകൊണ്ടല്ലേ നിന്റെ അമ്മ ഇത്ര പെട്ടെന്ന് കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്? എനിക്ക് തോന്നുന്നത് ഗന്ധർവൻ നീയാണെന്ന് കൈലാസ് സാർ മനസ്സിലാക്കി കാണും. നിന്നെ പാറുവിന്റെ വഴിയിൽ നിന്ന് മാറ്റാനായിരിക്കും അയാൾ ശ്രമിക്കുന്നത്. ഏയ്, കൈലാഷ് സാറിന് അങ്ങനെ ഒരു ദുരുദ്ദേശവും ഇല്ല. ഇങ്ങനെ ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ നീ അങ്ങ് നടന്നു. കൈലാഷിനെ വിശ്വസിക്കാതെ നിന്റെ അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണം നിർത്തിവെക്കായിരുന്നു. ഞാൻ അമ്മയോട് സംസാരിച്ചില്ലെന്ന് ആരാ പറഞ്ഞത്? പ്രിയഞ്ചേട്ടൻ കാര്യം പറഞ്ഞോ? എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? അമ്മ ചേട്ടൻ പറയുന്ന കേൾക്കാൻ പോലും തയ്യാറായില്ല. ചേട്ടൻ തുളസിയെ തന്നെ കല്യാണം കഴിച്ച പറ്റൂന്നുള്ള വാശിയില അമ്മ. എതിർക്കാൻ നിന്ന ആത്മഹത്യയൊന്നും ഭീഷണിപ്പെടുത്തി. അതമ്മ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അമ്മ ചുമ്മാ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയല്ല ചെയ്തത്. ദേഹത്തിലെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുമെന്ന് പറഞ്ഞിട്ടാ ഭീഷണിപ്പെടുത്തിയത്. അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇത്രയും കാണിച്ചു കൂട്ടുമെന്ന് ഞാൻ സങ്കല്പിച്ച പോലുമില്ല. നീ എങ്ങനെയാടാ എല്ലാം കൂടി കൈകാര്യം ചെയ്യുന്നേ? എനിക്കറിയില്ല. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്തു പോകുന്ന എനിക്കും പേടിയുണ്ട്. നീ ഒന്ന് ശാന്തനാവ്. എത്രയും പെട്ടെന്ന് ഈ ചടങ്ങ് നടത്താനായിട്ട് നോക്ക് ദർശനെ. ഇവിടെയുള്ള എല്ലാവരും അതിന് തയ്യാറാ. അമ്മയ്ക്കാണ് പാറുവിന്റെ മുന്നിൽ വെച്ച് ചടങ്ങ് നടക്കണമെന്നുള്ള വാശി. എന്തിനാ ഇങ്ങനെ ബലം പിടിക്കുന്നേ? അമ്മ ആഗ്രഹിച്ചതുപോലെ ഇവൻ ചടങ്ങിന് വന്നില്ലേ? പാറുവിന്റെ മുന്നിൽ വെച്ച് ചടങ്ങ് നടത്തിയാ അവള് പ്രിയചേട്ടനെ മറക്കുമെന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടാവും. അങ്ങനെ അവളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാത്തിനും ഞാനൊരു തീരുമാനം ഉണ്ടാക്കാൻ പോവാ. എടാ പ്രിയ, ഈശ്വര, ഇവൻ എന്തിനുള്ള പുറപ്പാടാണാവോ? അമ്മ എന്തിനാ ഇനിയും കാത്തു നിൽക്കുന്നത്? പാറു വരില്ല എന്ന് ഞാൻ ഇന്നലെ തന്നെ അമ്മയോട് പറഞ്ഞല്ലേ. കൈലാഷ് സാർ എന്നല്ല, ആര് വിളിച്ചാലും പാറു വരാൻ പോകുന്നില്ല. വന്നിരിക്കുന്ന ബന്ധുക്കളെ വെറുതെ ബുദ്ധിമുട്ടിക്കാതെ വേഗം ചടങ്ങ് തീർക്കാൻ നോക്ക്. പാറു ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? അവൾ ഈ ചടങ്ങിന് ആവശ്യമുള്ള ഒരാൾ പോലും അല്ല. പാറു നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തിയല്ലേ? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുമ്പോ അവള് മുന്നിൽ നിന്ന് സഹായിക്കാറില്ലേ? അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടി കുറച്ചു നേരം കാത്തു നിൽക്കുന്നതിൽ എന്താ തെറ്റ്? എന്തിനാ ദേഷ്യപ്പെടുന്നത്? പാറു എന്തായാലും വരും. അവള് വരില്ലെന്ന് ഇത്ര ഉറപ്പിച്ച് പറയാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമുള്ളത്? ഒന്നുമില്ല. പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നീ വെറുതെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? കൈലാഷ് അവളെ കൂട്ടാൻ പോയിട്ടില്ലേ? അവൾ എന്തായാലും വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നമുക്ക് നോക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവളെ ഒന്ന് വിളിക്കാം. എടി, നിന്റെ ഫോണിങ് തന്നെ. ഞാൻ പാറുവിനെ ഒന്ന് വിളിക്കട്ടെ. ഞാൻ നേരിട്ട് വിളിച്ച അവൾ എന്തായാലും വരും. എന്നെ അത്രയ്ക്ക് കാര്യം അവക്ക്. താടി താരാ, ഞാൻ ഇപ്പൊ വരാട്ടോ. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. കൈലാഷ് സാർ ഇപ്പൊ ഇവിടെ എത്തും. തൽക്കാലം നീ ഇവിടുന്ന് മാറി നിൽക്ക്. കൈലാഷ് സാർ വന്ന് ചോദിച്ചാ ഞങ്ങൾ എന്തെങ്കിലും നുണ പറഞ്ഞ് മാനേജ് ചെയ്തോളാം. കൈലാഷ് സാറാണോ? അല്ല, ദർശനയാ. എടുത്തു. അമ്പലത്തിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയതുകൊണ്ടാണെങ്കിലും ദർശനെങ്ങാനും എന്നെ അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞു വിളിക്കുകയാണെങ്കിൽ അവളോട് പറ്റില്ലെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാവും. ആര് വിളിച്ചാലും അമ്പലത്തിലേക്ക് ചെല്ലരുതെന്ന് പ്രിയഞ്ചേട്ടൻ പ്രത്യേകം പറഞ്ഞതാ. നീ അടുത്ത് സംസാരിച്ചാ മതി. ഹലോ ദർശന, ഞാൻ മീരയാ. ഞാൻ പ്രിയന്റെ അമ്മ ശോഭയാ. പാറു എവിടെയാ? അത് ആന്റി, അവള് വെറുതെ നുണ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. അവൾ അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം.
ഫോൺ സ്പീക്കറിലിട്. ഞാൻ പറയുന്നത് അവള് കേൾക്കണം. പാറു, നീ ഇവിടെ വരുന്നത് വരെ ചടങ്ങ് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. നീ എത്ര വൈകിയാലും ഞങ്ങൾ കാത്തു നിൽക്കും. നിന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ തുളസിയും പ്രിയനും തമ്മിലുള്ള വിവാഹം എനിക്ക് ഉറപ്പിക്കണം.